റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സമസ്തയിൽ മുസ്ലിം ലീഗ് അനുകൂലികൾക്ക് തിരിച്ചടി. ലീഗ് അനുകൂലികൾ കൈയടക്കിയ സുന്നി മഹല്ല് ഫെഡറേഷൻ പുനഃസംഘടിപ്പിക്കും. ഒരു വർഷത്തിനകം തെരഞ്ഞെടുപ്പ് നടത്താനാണ് മുഷാവറ തീരുമാനം. സുന്നി മഹല്ല് ഫെഡറേഷൻ സമസ്ത മുഷാവറ ഉപസമിതി നിയന്ത്രിക്കുകയും ചെയ്യും. മഹല്ല് ഫെഡറേഷനിലെ തെരഞ്ഞെടുപ്പിൽ തിരിമറി ആരോപിച്ച് ലീഗ് വിരുദ്ധ വിഭാഗം പരാതി നൽകിയിരുന്നു. വി എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ്, ഇത് ലീഗ് അനുകൂല പക്ഷത്തിന് തിരിച്ചടിയാണ് അല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. സമസ്തയുടെ ഓരോ പോഷക സംഘടനകളും ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിൽ പങ്കിട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ലീഗ് അനുകൂലികൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗുണകരമായ കാര്യം സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടന തെരഞ്ഞെടുപ്പിലൂടെ അവർ പിടിച്ചെടുത്തിരുന്നു. പക്ഷേ ലീഗ് വിരുദ്ധരുടെ പരാതിയിൽ ഇപ്പോൾ അതിനൊരു സ്റ്റേ വന്നിരിക്കുകയാണ്. സ്റ്റേ എന്ന് പറയുന്നത് ലീഗലായിട്ടുള്ള സ്റ്റേ അല്ല, മുഷാവറയുടെ തീരുമാനമാണ്. ഈ ഒരു വർഷം താൽക്കാലികമായി ആ സമിതി മുന്നോട്ട് പോകും. പക്ഷേ ഈ ഒരു വർഷത്തിനകം വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുകയും സുന്നി മഹല്ല് ഫെഡറേഷനിൽ വളരെ കൃത്യമായി സമസ്തയുടെ മുഷാവറയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കണമെന്നും ആ മുഷാവറ നിയന്ത്രണത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നും ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയും അംഗീകരിക്കില്ല എന്നുള്ളതുമാണ് മുഷാവറ ഇന്നലെ എടുത്ത തീരുമാനം. അതായത് ലീഗ് വിരുദ്ധരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുന്നി മഹല്ല് ഫെഡറേഷൻ പുനഃസംഘടിപ്പിക്കാനും വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ചോദ്യം ചോദിച്ചില്ല. അല്ല, ഇത് ചോദ്യം ഇതല്ലല്ലോ, ഇത് പരിപാടിയല്ലേ. അപ്പൊ നമ്മളെല്ലാം വന്നില്ലെന്ന് പറഞ്ഞില്ലേ? നമ്മളെ വന്നില്ല. ഞാനൊരു മഹലിന്റെ പ്രസിഡന്റ്. ഞാൻ ഇവിടെ ഒരു മഹല്ലത്തിൽ ഒന്നും അല്ലാത്ത ആളെ വിളിച്ചു നീ ആരെ വിളിച്ചാണ് പ്രഞ്ചറാട് ഹുസൈൻ താരി വിളിച്ചെന്ന് പറഞ്ഞത്. അപ്പോ ഇതെന്തോ ഒരു ദുരുദ്ദേശം. പ്രസിഡന്റ് ആയവരെയും പ്രസിഡന്റ് സെക്രട്ടറി അതായത് അങ്ങനെയല്ല വിളിക്കേണ്ടത്. അങ്ങനെ ഒരാളെ വിളിക്കാതെ രഹസ്യമായിട്ട് വേറെ ആരല്ലേ വിളിക്കുന്നില്ല എന്നൊരു തരികടുണ്ട്. അപ്പൊ ആ തരികട് നിങ്ങൾ വ്യക്തമാക്കണം. ഒന്ന്, പിന്നെ നിങ്ങളുടെ മുന്നേ ഒരു കമ്മിറ്റി ഉണ്ടായില്ലേ 5 ആള്, അവർക്ക് ഈ വിഷയം അറിയോ? അല്ല, നിങ്ങൾ പറയുന്നത് സെലിബ്രിറ്റി ഈടെ നാസർ ഫൈസി ഉസ്താദ്, പിന്നെ നാസർ ഫൈസി, പിന്നെ അരിപ്പ കല്ലായി, നമുക്ക് നേരാവണമെന്നാഗ്രഹം. ഞങ്ങൾക്ക് നേരാവണമെന്നാഗ്രഹം. ഞങ്ങളെന്തോ ഫിത്തർ ഉണ്ടാക്കാൻ വന്നവർ നിങ്ങൾ എത്ര ശബ്ദം ഇട്ടോ സ്വഭയുള്ള ഇട്ടാലും ഞങ്ങൾക്ക് ഇടാൻ കഴിയും. അത് വിഷയമല്ല. ഉദ്ദേശം പറയാം. എന്തറിയാം സത്യത്തിൽ ഈ സയ്യിദന്മാരെയും ഉസ്താദിനെയും നേതാക്കളെ നിർത്തിയിട്ട് നിങ്ങൾ ഒച്ചയിടാൻ വന്നതെങ്കിൽ നിങ്ങൾ സ്വഭയോളം ഒച്ചയിട്ടോ. ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞിട്ടേ പോകും. സോദര എന്തിനാ വേദന സഹിക്കണേ? മുട്ടക്കൈലം വാങ്ങിച്ച ചോളിൻ വേഗം വേദനകൾ മാറും കേട്ടോൾ. ഇല്ല, കാലി തോക്ക ഉസ്താദൊന്നും പറയാനൊന്നും ഇവിടെ ഇല്ല. കാരണം ഇന്ന് തോക്ക ഉസ്താദ് എങ്ങനെ പറയും? ഇന്ന് മുസാവറ, ഇവിടെ കേന്ദ്ര മുസാവറ, ആ യോഗത്തിന് വരാതെ ഇങ്ങനെ സ്വാബികൾ ഉണ്ടാകിയ കുതന്ത്ര സംവിധാനത്തിന് പിന്നെ സമസ്ത കർണാടക മുസാവറ പോണ്ടാന്ന് പറഞ്ഞിട്ടും അതിലേക്ക് തോക്ക ഉസ്താദ് വന്നിട്ടുണ്ടെങ്കിൽ തോക്ക ഉസ്താദിനോടും ചോദ്യം ചെയ്യണമല്ലേ?
3 കൊല്ലമായി നിങ്ങൾ സമസ്ത മുസാവർക്ക് പോയിട്ടില്ല. ഇന്നും സമസ്തന്റെ മുസാവർ നടക്കുന്നുണ്ട്. സമസ്ത 100ാം വർഷത്തിലേക്ക് കടക്കുന്ന ആ വലിയ ഒരു സംവിധാനത്തിനോടൊപ്പം നിങ്ങൾക്ക് ചേരാൻ കഴിയാണ്ട് ഈടുന്ന് ബാക്കിയുള്ള മുസാവർ നേതാക്കന്മാർ പോയി നിങ്ങൾ പോകാണ്ട് ഈടിയിരുന്നിട്ട് ഇവർക്ക് വേണമായിട്ട് നിങ്ങൾ ഒന്നിച്ചിട്ട് സഹവസിക്കുന്നെന്ന് പറഞ്ഞെങ്കിൽ തോക്കോസ്താദ് നിങ്ങൾക്ക് നമ്മൾ ഏത് അർത്ഥത്തിൽ തോക്കോസ്താദ് നമ്മൾ ബഹുമാനിക്കണം. തോക്കോസ്താദ് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്കൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് തോക്കോസ്താദിനോട് നല്ല ബഹുമാനം കാര്യങ്ങൾ നിലനിർത്തി. ജൈൻലാബി തങ്ങൾ പിന്നെ എണിച്ചിട്ട് കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലെങ്കിൽ 89ന്റെ കഥയാണ് പറഞ്ഞത്. ജൈൻലാബി തങ്ങൾ 89ന്റെ കഥ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആരും ഏപ്പിക്കാരല്ല, ഒരിക്കലും അല്ല. പക്ഷെ നമ്മളൊരു ഏപ്പിക്കാരൻ പോലെ ആയിട്ട് ജൈൻലാബി തങ്ങൾ പ്രസംഗിച്ചത് അത് ജൈൻലാബി തങ്ങൾ നമ്മളെ മനസ്സിലാക്കാതെ കൊണ്ടായിട്ടുണ്ടാവും. നമ്മൾ സമസ്തക്കാരന്നെ. പക്ഷേ 89ന്റെ കഥ അങ്ങോട്ടാണ് നമ്മൾ പറയേണ്ടത്. ജൈനുലാബിദ്ദീൻ തങ്ങളെ മഹല്ലും അതുപോലെ തന്നെ ജൈനുലാബി തങ്ങളുടെ പിന്നെ ചില സംവിധാനങ്ങൾ വാഫിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഈ സംവിധാനത്തോടുള്ള ജൈനുലാബി തങ്ങൾ കൂട്ടു നിൽക്കുന്നത് കൊണ്ട് ജൈനുലാബി തങ്ങളെയാണ് സമസ്തയിൽ നമ്മൾ സംശയിക്കേണ്ടത്. അല്ലാണ്ട് ഈ അവിടെ കൂടി നമുക്ക് സമസ്തനെ സ്നേഹിച്ചിട്ട് പോയി നമ്മളെ സംശയിക്കുന്നതിൽ അർത്ഥമില്ല. സയ്യിദുൽ-ഉലമയോടൊപ്പം പിന്നെ ജൈനുലാബി തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വാഫി തലപ്പത്ത് ജൈനുലാബി തങ്ങൾ ഒരിക്കലും വരാല. കാരണം കർണാടകത്തിന്റെ ഈടുത്ത മണ്ണും ഈടുത്ത സംവിധാനവും ബഹുമാനപ്പെട്ട ജൈനുലാബി തങ്ങൾക്ക് അറിയൂ. എന്നിട്ട് പോലും സയ്യിദുൽ-ഉലമയുടെയും സമസ്തയുടെയും കൂടെ നിൽക്കാതെ പിന്നെ ഇതിന് വിരുദ്ധമായ വാഫി സംവിധാനത്തിന്റെ ഉന്നത സ്ഥാനം ഏറ്റെടുത്തിട്ട് പിന്നെ ഇങ്ങനെയുള്ള ചില സ്വഹാബികളെ ഒന്നിച്ചിട്ട് അവർക്ക് നേതൃത്വം നൽകുന്നെന്ന് പറഞ്ഞെങ്കിൽ അത് സമസ്തക്ക് എത്ര തങ്ങൾ പ്രസംഗിച്ചാലും പിന്നെ ഈ സമസ്തക്ക് വിരുദ്ധമായവരൊന്നിച്ചിട്ട് കൂടിയാൽ നമ്മൾ സാധാരണ പ്രവർത്തകന്മാർ എന്ത് വിചാരിക്കേണ്ടത്? അപ്പൊ ഈ പ്രവർത്തനത്തിനെ മാനിച്ചിട്ട് ജൈനുലാബി തങ്ങൾ ഒന്നിരിക്കലോ ഈ നിലപാടിൽ നിന്ന് മാറണം. അതല്ലാന്ന് കണ്ടെങ്കിൽ സമസ്തയുടെ മക്കള് നമുക്ക് സയ്യിദന്മാരുടെ എല്ലാവരുടെ സമസ്തക്ക് വില കൽപ്പിക്കുന്നില്ല. സമസ്തയുടെ നിലയിൽ ജൈനുലാബി തങ്ങള് അല്ലെങ്കിൽ ഏത് സയ്യിദാണെങ്കിലും സമസ്തയുടെ പിന്നെ ആ ഒരു നേതൃത്വത്തോട് അംഗീകരിച്ചിട്ട് മുന്നൊക്കെ പോകുന്നില്ല എന്ന് കണ്ടെങ്കിൽ നമുക്ക് ആ സയ്യിദന്മാരെ ഒപ്പം നിൽക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമുണ്ട്. അത് ജൈനുലാബി തങ്ങളെ മുമ്പിൽ തന്നെ പറഞ്ഞില്ലേ, ഞങ്ങളൊപ്പം കൂടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് വേദി കിട്ടുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. കാരണം സമസ്ത എന്ന് പറഞ്ഞ പോലെ സമസ്തയിൽ പ്രവർത്തിക്കണമല്ലോ. ആ പ്രവർത്തനം തങ്ങളിൽ നിന്ന് കാണാത്ത നമുക്ക് വളരെ വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ജൈനുലാബി തങ്ങൾ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ജൈനുലാബി തങ്ങൾ നേതൃത്വത്തിൽ വരണമെങ്കിൽ സമസ്തക്ക് സജീവമായിട്ട് പ്രവർത്തിച്ചു എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് തെളിയണം. ഒന്നിരിക്കലോ തെളിയും, അതല്ലെങ്കിൽ പൊളിയും, രണ്ടിൽ നിന്നും നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐക്യത്തോടു കൂടെ നമ്മൾ മുൻകാലത്ത് എങ്ങനെയാണ് സമസ്തക്ക് വേണ്ടി ഇവരൊക്കെ ശബ്ദിച്ചത് അതേപോലെ നമ്മളോടൊപ്പം കൂട്ടി നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത്ര തന്നെ പ്രാർത്ഥിക്കാനുള്ള. സമസ്ത വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ചിട്ട് അവരോടൊപ്പം നിന്നിട്ട് പിന്നെ ഓഫീസ് സംവിധാനത്തിൻ്റെയും പിന്നെ സമസ്ത വിരുദ്ധ പ്രവർത്തനത്തിന്റെ കൂട്ടുപിടിച്ചിട്ട് സമസ്തയുടെ മുസാവറ കർണാടക മുസാവറ ഇന്നത്തെ പരിപാടിക്ക് പോകേണ്ട തങ്ങളെ എന്നിട്ട് പറയുകയും ലെറ്റർ കൊടുക്കുകയും സയ്യിദന്മാർ തങ്ങൾക്ക് വിളിച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെയും തങ്ങൾ അടുത്തേക്ക് പോയിട്ട് അവരോടൊപ്പം ഇരുന്നിട്ട് പിന്നെ അവർക്ക് വേണമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടെങ്കിൽ അതേ തങ്ങളെ ലാസ്റ്റ് പറഞ്ഞത് ജൈനുലാബി തങ്ങൾ പറഞ്ഞത് പിന്നെ സൗഹാർദ്ദം ഇവിടെ വന്നിട്ടൊരു സൗഹാർദ്ദമാക്കാന്ന് പറഞ്ഞിട്ട് അത് ഒരു വിഭാഗത്തിനെ മാത്രം വീട്ടിട്ട് സൗഹാർദ്ദമാക്കുന്ന അങ്ങനെ എന്നെങ്കിൽ 2 വിഭാഗത്തിന് വിളിക്കണ്ടേ? ഒരു വിഭാഗത്തിനെ മാത്രം വിളിച്ചിട്ട് സൗഹാർദ്ദമാക്കുന്ന എങ്ങനെ തങ്ങളെ ചോദിക്കുമ്പോൾ തങ്ങൾക്ക് മറുപടി ഇല്ല പറയാൻ. അപ്പൊ ചുരുക്കി പറഞ്ഞെങ്കിൽ സയ്യിദുൽ-ഉലമയോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നല്ലാതെ സയ്യിദുൽ-ഉലമയോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ വാഫി സംവിധാനത്തിന്റെ തലപ്പത്ത് സത്യത്തിൽ നമ്മോ തോക്ക ഉസ്താദിനെയും പിന്നെ ജൈനുലാബി തങ്ങളെയും പിന്നെ ഒരിക്കലും അവർക്കെതിരായിട്ട് സംസാരിക്കേണ്ടവരുമല്ല, സംസാരിക്കുന്നുമില്ല. പക്ഷെ അവരെ എതിർ സംസാരിപ്പിച്ചിട്ട് അവരെ നാണം കെടുത്താനായിട്ടാണ് ഈ സുഹാബി ടീം ഓരെ കൊണ്ടുവന്നിട്ട് സ്റ്റേജിൽ ഇരുത്തിയത്. പക്ഷെ ഓർ മനസ്സിലാക്കേണ്ടിയിരുന്നു സമസ്തന്റെ മുസാവറ ഇന്നലെ കർണാടക മുസാവറ തീരുമാനിച്ചിട്ട് ആ തീരുമാനം ജൈനുലാബി തങ്ങൾക്ക് പിന്നെ തോടാർ ഉസ്താദ് ഡയറക്റ്റ് കോളാക്കിയിട്ട് പിന്നെ നാളത്തെ പരിപാടി റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ടും അതിനെ റദ്ദാക്കാണ്ട് രാത്രി സയ്യിദുൽ-ഉലമ 2 പ്രാവശ്യം വിളിച്ചിട്ടും ആ ഫോൺ പോലെ എടുക്കാത്ത എന്തെന്ന് ചോദിച്ചിട്ടാകുമ്പോൾ അത് എടുത്തെങ്കിൽ ഞങ്ങൾക്ക് ഇത് പോകാണ്ടിരിക്കാൻ കഴിയുന്നില്ല ജൈനുലാബി തങ്ങൾ പറഞ്ഞു അടന്നെ അതേ വേദിയിൽ പറഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പൊ ചോദിക്കാനുള്ളത് ഇത്രയെല്ലാം ജൈനുലാബി തങ്ങൾ നമ്മൾ ഇത്രയെല്ലാം സ്നേഹം പറഞ്ഞിട്ട് സമസ്തക്ക് വേണമായിട്ട് ഓടി നടന്ന് കഷ്ടപ്പെട്ടു എന്നെല്ലാം പറഞ്ഞിട്ട് സമസ്തക്ക് ഏറുകൊണ്ടെന്നെല്ലാം പറഞ്ഞ് നമ്മൾ അഭിമാനത്തോട് കേട്ടോണ്ടായി. പക്ഷെ സമസ്ത വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി കൂട്ടുപിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ സമസ്തക്ക് എത്ര പ്രവർത്തിച്ചിട്ടും കാര്യമുണ്ടാ? അപ്പോൾ എന്നിട്ടും വാഫി സംവിധാനത്തിന് ഇന്നും നിങ്ങൾ പ്രസിഡന്റ് ആയിട്ടില്ലേ എന്ന് തങ്ങളിൽ കേൾക്കുമ്പോൾ തങ്ങൾ പറഞ്ഞ മറുപടി അതിലിപ്പോൾ സ്വാദിഖ് അലി സാഹിബ് തങ്ങളും പ്രസിഡന്റ് ആയിട്ടില്ലേ?
അപ്പോൾ സ്വാദിഖലി ശിഹാബ് തങ്ങൾ എപ്പം മാറുന്നു അപ്പം ഞാൻ മാറുന്നത്. അപ്പം ഇവിടെ എന്നിട്ട് അതേ തങ്ങൾ പറയുന്നു എനിക്ക് സയ്യിദുൽ ഉലമ എന്ന് പറഞ്ഞെങ്കിലും ജീവനാണ്, സ്വാദിഖലി ശിഹാബ് തങ്ങളും ജീവനാണ്, അവർ രണ്ടാളും വേണം. പക്ഷെ ഇവിടെ രണ്ടാളും കൂട്ടിയിട്ടില്ലല്ലോ. വാഫി സംവിധാനത്തിൽ നിന്ന് സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമയും ഷെയ്ഖുൽ ജാമിയയും കൊയ്യോട് ഉസ്താദും നമ്മൾ രാജിവെച്ചു, അതിൽ നമുക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് രാജിവെച്ചിട്ട് വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ രാജിവെക്കാത്തെന്ന് ചോദിക്കുമ്പോൾ സൈനുലാബി തങ്ങൾക്ക് മറുപടി ഉണ്ടായിട്ടില്ല പറയാൻ. അപ്പോൾ സൈനുലാബി തങ്ങൾ വ്യക്തമായി, സൈനുലാബി തങ്ങൾക്ക് സമസ്തയുടെ നേതാക്കളായ സയ്യിദുൽ ഉലമാനെയും ഷെയ്ഖുൽ ജാമിയാനെയും അതുപോലെ തന്നെ കൊയ്യോട് ഉസ്താദിനല്ല വേണ്ടത്, സൈനുലാബി തങ്ങൾക്ക് വേണ്ടത് പിന്നെ പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങളെ ആ വാശിയായിരുന്നു, അല്ലെങ്കിൽ പാണക്കാട് തങ്ങളായിരുന്നു. കാരണം സമസ്ത മുസാവറ നേതാക്കന്മാരുടെ മുമ്പിൽ ഒരിക്കലും പിന്നെ കൂട്ടം കെട്ടി നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ശരിയാ. ഇത് കണ്ടോ, ഇപ്പൊ 10 പൈസക്ക് പോലും ഗതിയില്ലാതായി. തിരിഞ്ഞ് കുട്ടികൾക്ക് തിരിഞ്ഞ് നിന്റെ കഥയും കഴിഞ്ഞ് എംഭോക്കികൾ നിങ്ങളെ പറ്റി